അല്ല കൂട്ടുകാരെ, നമുക്ക് ഓമയ്ക്കായും ചെറുപയറും കൂടി ഒരു ഒഴിച്ചെറി വെച്ചാലോ? എരിശ്ശേരി അല്ല, ഒരു പരിപ്പ് കറി പോലെ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഓമയ്ക്ക നമ്മൾ അറിയാമല്ലോ, നിങ്ങളെല്ലായിടും പപ്പായ എന്ന് പറയും, ഞങ്ങളിവിടെ ഓമയ്ക്ക എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനത് കുക്കറിലോട്ട് ഇടുവാണ്, അപ്പോൾ എളുപ്പം നമുക്ക് വെന്ത് കിട്ടുമല്ലോ. ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പക്ഷേ ഉപ്പ്, വെള്ളം കൂടെ ഒഴിക്കുക. നമുക്കിനി അടച്ചു വെക്കാം. നമുക്ക് കറിക്കോ പരിപ്പറിക്കുള്ള തേങ്ങ എടുക്കുവാണേ. തേങ്ങ, ചുമന്നുള്ളി, ശകലം വെളുത്തുള്ളി നമുക്ക് നല്ലതായിട്ട് അരയ്ക്കാം. നമ്മുടെ ഓമയ്ക്കെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഇതേ ശകല ചെറുപയറുണ്ടല്ലോ, ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടില്ല, ഉപ്പിട്ട് വെച്ചാണ്. ഇത് ഞാൻ അതിനകത്തേക്ക് ഇടുവാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് അരപ്പ്, വെളുത്തുള്ളി, ചുമന്നുള്ളി, തേങ്ങ, ഇത് ലേശം ജീരകപ്പൊടി. കറി നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാം. എരിശ്ശേരി അല്ല, നമ്മുടെ എരിശ്ശേരി ആകുമ്പം ഇതിനെക്കാട്ടി തിക്കാകണമല്ലോ. ഞാനിത് പരിപ്പ് കറി വെക്കത്തില്ലേ നമ്മൾ, പയറും. കടുക് വറുക്കാം. എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇടുവാണ്. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പില. ലേശം മഞ്ഞൾപ്പൊടി. നമ്മുടെ ഒഴിച്ചേറ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല കറിയാണിത്. അപ്പം ഈ കറി ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.